സ്നേഹത്തിലൂടെ സേവനം എന്ന സന്ദേശവുമായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹ നന്മ ലക്ഷ്യമാക്കി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15ാമത് പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ കലാകായിക മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച മിടുക്കരെ ആദരിക്കുന്ന ചടങ്ങുമാണ് നാം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി മുഖ്യാതിഥികളായി ഈ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നിസാർ മാമുക്കോയ, ഗൗതം ഹരിനാരായണൻ, ഡയറക്ടർ ഹരിനാരായണൻ, പ്രശാന്ത് ക്ലിന്റ് അവരുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ജോബി തോമസിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട CI സാർ തിരക്ക് മൂലം പോവുകയാണ്. നിസാർ മാമുക്കോയ നമ്മളോട് സംസാരിക്കുന്നു. നമസ്കാരം. പ്രസംഗിച്ചൊന്നൊരു ശീലമില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. ഈ ദയ പോലുള്ള ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ ഇപ്പോൾ ഈ സമയത്ത് മക്കൾക്കൊക്കെ പുസ്തകമൊക്കെ തരാനുള്ളതുകൊണ്ടാണ്. സത്യത്തിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇപ്പൊക്കെ ദാരിദ്ര്യം ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയം. അതുകൊണ്ട് ഇപ്പൊ ഈ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെലവാക്കി നന്നായിട്ട് പഠിക്കുക, നല്ല കുട്ടികളാവുക, നാട്ടിന് വേണ്ടി ജീവിക്കുക, വാപ്പനെ മേൽ നന്നായിട്ട് പോറ്റുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജീവന്റെ വില മനസ്സിലാക്കി തൻ്റെ കരള് പകർത്തു കൊടുത്ത മകളാണ്. നല്ലൊരു കൈ കൊടുക്കാം, ഒരിക്കലും നല്ല കൈ കൊടുക്കാം. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് 7ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് MG യൂണിവേഴ്സിറ്റിയിലെ. ഹരിനാരായൺ ഷീൽഡ് നൽകി ആദരിക്കുന്നു. പഴയ ഒരു കലാകാരനാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരത്തിൽ നിങ്ങൾ സിനിമ കാണാറുണ്ടല്ലേ? എല്ലാവരും തിയേറ്ററിൽ പോയി കാണോ? ഇല്ല, കാണും. ഇതിൽ കാണണം. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ, മാമുക്കോയ, അദ്ദേഹത്തിൻ്റെ മകൻ നിസാർ മാമുക്കോയ, ഗൗതം ഹരിനാരായണൻ, ഞാൻ എൻ്റെ പേര് ഹരിനാരായണനാണ്. ഞാൻ 6ാമത്തെ സിനിമ ഷൂട്ട് കഴിഞ്ഞു. ക്ലാ ക്ലീക്ലി നസ്രി തിരിഞ്ഞു നോക്കി എന്നാണ് ആ സിനിമയുടെ പേര്. പണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പാഠപുസ്തകത്തിൽ കേട്ടിട്ടുണ്ടാവും, ക്ലാ ക്ലീക്ലി അല്ലേ? ബാക്കി സുരേഷ് തിരിഞ്ഞു നോക്കി എന്നാണ്, നമ്മൾ നസ്രിയെ തിരിഞ്ഞു നോക്കി എന്നാക്കി മാറ്റി. ചാരിറ്റബിൾ സൊസൈറ്റിക്കും അതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സാറിൻ്റെ പുതിയ ചിത്രം എന്ന് പറഞ്ഞല്ലോ, ക്ലാ ക്ലീക്ലി നസ്രിയെ തിരിഞ്ഞു നോക്കി. സ്വന്തം അച്ഛൻ്റെ പടത്തിൽ മകനാണ് നായകൻ. ഗൗതം ഹരിനാരായണൻ നമ്മളോട് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ഇവിടുത്തെ ദയയുടെ ചാരിറ്റി സൊസൈറ്റിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ജോസേട്ടൻ നമ്മളുടെ നല്ലൊരു സുഹൃത്താണ്. ഞാൻ എപ്പോഴും ചേട്ടാന്നുള്ള ചേർത്ത് വിളിക്കാറുണ്ട്. കാരണം സിനിമാ മേഖലയിൽ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ഒരാളാണ് പുള്ളി, അല്ലേ? ജോസേട്ടൻ ഇല്ലാത്ത സ്ഥലമില്ല സിനിമയിൽ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് പറയുന്നതാണ്, എടാ ദയ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇന്ന് വളരെ സന്തോഷം ഇവിടെ എത്താൻ സാധിച്ചത്. പിന്നെ കൂടുതൽ ആശംസ പറയണമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. കൂടുതൽ പറയാനൊന്നും അറിയില്ല. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിനിമ വരുന്നുണ്ട്, എല്ലാവരും ഇത് കാണണം. അതേപോലെ ദയയിലത്തെ എല്ലാവർക്കും, എല്ലാ രക്ഷാധികാരികൾക്കും, ഇവിടെയുള്ള നാട്ടുകാർക്കും, ദയനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ലഹരി നിർമ്മാർജ്ജനം ചെയ്യാൻ വ്യക്തി